സബ്സ്ക്രൈബേഴ്സ്, ഇപ്പം നമ്മളുള്ളത് പൈസൻ വാലിയിലെ ശ്രീ ബാലസുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിലാണ്. അമ്പലത്തിലെ കുംഭപ്പൂയ മഹോത്സവമാണ് ഇപ്പം നമ്മൾ കൂടിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ. ഈ ഒരു ഉത്സവത്തിന് വേണ്ടി നമ്മുടെ നാട്ടുകാരും വീട്ടുകാരും ഒക്കെ കാത്തിരിക്കുന്ന ഒരു ഉത്സവമാണ് കേട്ടോ. അപ്പോഴാണ് ശരിക്കും നമ്മൾ ലീവൊക്കെ എടുത്ത് വീട്ടിലൊക്കെ പോകുന്നത്. ഇതാ എൻ്റെ വീട്ടുകാരും ഒക്കെ ആയിട്ട് നമ്മൾ ഒരുമിച്ചിരിക്കുന്നതാണ് കേട്ടോ. നമ്മളെല്ലാവരും എങ്ങനെയെങ്കിലും ഒരു ലീവ് എടുത്ത് എല്ലാ ഉത്സവത്തിനും ഒന്നിച്ച് വരാറുണ്ട് കേട്ടോ. കാരണം എപ്പോഴും ഉത്സവം എന്ന് പറയുന്നത് ഭയങ്കര ഒരു വികാരമാണല്ലോ. എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ദൈവമാണ് കേട്ടോ മുരുകൻ. അപ്പോൾ എനിക്ക് ഏറ്റവും ഇഷ്ടം വരാനുള്ള കാരണം നമ്മുടെ ഏറ്റവും അടുത്തുള്ള ഒരു അമ്പലമാണ് ഈ മുരുകൻ്റെ അമ്പലം കേട്ടോ. അതായിരിക്കും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് മുരുകൻ്റെ അമ്പലം. ഈ അമ്പലത്തിൽ വരുമ്പം എന്തോ ഒരു പോസിറ്റീവ് സാധനം എനിക്ക് കിട്ടാറുണ്ട് ഗൈസ്. അതുകൊണ്ടാണ് എങ്ങനെയെങ്കിലും ഒരു ഉത്സവം വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതെങ്ങനെയെങ്കിലും പോയി കൂടണമെന്നൊരാഗ്രഹം എനിക്കുണ്ട് കേട്ടോ. അങ്ങനെയാണ് ഈ ഉത്സവത്തിന് സമയം തന്നെ നോക്കി ഞാൻ ലീവ് എടുത്ത് വീട്ടിൽ ചെന്നത് ഗൈസ്. കിട്ടി. എനിക്ക് നേർച്ചയിടാനുള്ള പൈസ അമ്മ തന്നാണ് കേട്ടോ. ഇപ്പം എൻ്റെ കൂടെയുള്ളത് ഇതെൻ്റെ ചേച്ചിയാണ് കേട്ടോ. ഞങ്ങൾ മാക്സിമം എല്ലാ ഉത്സവത്തിൻ്റെ ദിവസവും സെയിം കോസ്റ്റ്യൂംസ് ഏകദേശം കളറെങ്കിലും മാച്ചിങ് ആയിട്ടുള്ളത് ഇടാൻ വേണ്ടി നമ്മൾ ശ്രദ്ധിച്ചിട്ടോ. അങ്ങനെ ഒരു ദിവസത്തെ കോസ്റ്റ്യൂമാണ് ഇത്. ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ. ഞങ്ങൾ ട്വിങ്സ് അല്ല, പക്ഷെ ഞങ്ങൾക്ക് ട്വിങ്സിനെ പോലെ നടക്കാൻ ഇഷ്ടമാണ്. എന്ന് പറഞ്ഞാൽ സെയിം കളറൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ ഒരുമിച്ച് നടക്കാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. മെയിനായിട്ടും നമ്മുടെ ഉത്സവത്തിൻ്റെ പ്രത്യേകത ഞങ്ങളുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് വൈബ് പിടിക്കാനായിട്ടൊരു സ്ഥലം എന്നൊരിതിലാണ് ഉത്സവപ്പറമ്പിനെ നമ്മൾ കണ്ടത്. ഇവിടെ കുറച്ച് പിള്ളേരിപ്പുണ്ട് ഗൈസ്. ഞാൻ വീഡിയോ എടുക്കുന്നത് കണ്ടിട്ട് അവർക്ക് നാണം വന്നിട്ട് അവർ ഈ ഉത്സവത്തിൻ്റെ ഇതിൽ സ്റ്റേജ് ഷോ ആര് നടത്തിയാലും ഏറ്റവും മുന്നിൽ ഈ കുഞ്ഞിച്ചെറുക്കനുള്ളതെന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത. ഇത് പള്ളിവേട്ടയാണ് കേട്ടോ. പള്ളിവേട്ടയ്ക്ക് പോയിട്ട് നമ്മൾ തിരിച്ചു വരുന്നതാണ് നിങ്ങളീ കാണുന്നത്. അങ്ങനെ നമ്മുടെ ലാസ്റ്റത്തെ ഉത്സവമായിട്ടോ. ലാസ്റ്റത്തെ ഉത്സവത്തിൻ്റെ പകലാണ് നമുക്ക് കാവടി ഘോഷയാത്ര ഉള്ളത് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനും ചേച്ചി ഒരുമിച്ച് ഏകദേശം ഒരുപോലത്തെ കോസ്റ്റ്യൂമൊക്കെ ഇട്ടിട്ട് പോവാണ് കേട്ടോ. കോസ്റ്റ്യൂം മാത്രമല്ല കേട്ടോ, നമ്മളിടുന്ന കമ്മൽ, നമ്മുടെ ക്ലിപ്പ് എല്ലാം നമ്മൾ ഓരോ ദിവസവും
തലേ ദിവസം, അതായത് പിറ്റേ ദിവസം ഇടേണ്ട സാധനങ്ങൾ നമ്മൾ തലേ ദിവസം അമ്പലപ്പറമ്പിൽ നിന്ന് വാങ്ങുന്ന സാധനങ്ങളാണ് കേട്ടോ. അപ്പോൾ ഏകദേശം ഒരുപോലത്തെ സാധനങ്ങളായിരിക്കും. ചെരുപ്പ് പോലും ഏകദേശം മാച്ചിങ് കളറൊക്കെ ആയിട്ടാണ് നമ്മൾ പോയത്. പക്ഷേ ആ ചെരുപ്പ് ഇട്ടിട്ട് എനിക്ക് കാലുവേദനയായിരുന്നു ഗൈസ്. അതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് ചെരുപ്പ് മാറി അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കുകയായിരുന്നു. രണ്ടും ഏകദേശം സെയിം വേദനയൊക്കെ കാലിനെടുക്കും. ഹൈ ഹീൽസ് ആയിരുന്നു ഗൈസ്. പക്ഷേ മാറി മാറി ഇട്ടൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് നമ്മളങ്ങനെ ഘോഷയാത്രയ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്യാണ് കേട്ടോ. വീഡിയോ ആണോ? എനിക്ക് കുഴപ്പമൊന്നുമില്ല. ഉത്സവം അടിപൊളിയാണ്. നമ്മൾ ഒരു സ്ഥലത്ത് നിന്നിട്ട് നമ്മൾ ഉത്സവമല്ല കാവടി കണ്ടിട്ട് നമ്മൾ അപ്പുറത്തെ സൈഡിലോട്ട് പോവാണ് കേട്ടോ. അപ്പുറത്തെ സൈഡിലെന്ന് പറയുമ്പോൾ അക്കരയ്ക്ക് അമ്പലത്തിൽ പോകുന്ന വഴിയിൽ നമ്മൾ പോയി അവിടെ നിൽക്കാൻ വേണ്ടി നമ്മളൊരു കുറുക്ക് വഴിയൊക്കെ ചാടി കയറി പോകുന്നതാണ് കേട്ടോ. എല്ലാവരും നമ്മുടെ കൂടെ ഉണ്ട്. ഇതെൻ്റെ അച്ഛനാണ് ഈ ഫ്രണ്ടിൽ പോയത്. ഇതെൻ്റെ അമ്മയാണ് കേട്ടോ. ഇതെൻ്റെ ചേച്ചി. പരിചയപ്പെടുത്തേണ്ട കാര്യമേ ഇല്ലല്ലോ. പിന്നെ പുറകെ വന്നതാണ് എൻ്റെ അമ്മൂമ്മ കേട്ടോ, അമ്മയുടെ അമ്മ. ഞാനും അച്ഛയും എൻ്റെ ചേച്ചിയും ഞങ്ങളവിടെ വഴിയുടെ മുകളിൽ തിട്ടിൽ കയറി നിൽക്കണതാണ് കേട്ടോ. സപ്പോർട്ടീവ് ഫാദർ. എല്ലാ തവണയും നമ്മൾ ഈ കാവടിയുടെ കൂടെ പുറകിൽ ഇവരുടെ കൂടെ ഇങ്ങനെ പോകാറാണ് പതിവ്. ഇപ്രാവശ്യം നമുക്കിതൊരു വീഡിയോ ആയിട്ട് എടുക്കണം എന്നൊരിതുള്ളത് കൊണ്ടാണ് നമ്മൾ ഈ തിട്ടിൻ്റെ മുകളിൽ കയറി ഇങ്ങനെ നിൽക്കുന്നത് ഗൈസ്. ഇങ്ങനെ നിന്ന് ഇവരെയൊക്കെ കാണുമ്പോഴാണ് ഇതെൻ്റെ കൂടെ പിടിച്ചതാ ഇവരെനിക്കറിയാം അങ്ങനൊരു സാധനമൊക്കെ കിട്ടുന്നത്, എല്ലാവരും ഒരുമിച്ച് കാണുന്നതും ഇങ്ങനെ ഒരു ഉത്സവമൊക്കെ വരുമ്പോഴാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ ഞാൻ ഈ എടുക്കുന്ന വീഡിയോയിൽ എനിക്കറിയാവുന്നവരെ ഞാൻ ഫോക്കസ് ചെയ്യുന്നുണ്ട് ഗൈസ്. അവരെ സൂം ചെയ്ത് ഞാൻ നിങ്ങൾക്കും കാണിച്ചു. അതാരാണെന്നതും നിങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല. ഇതാ ഈ പോകുന്നുണ്ടോ, ഇത് പൊന്നുമാണ് ഗൈസ്. ഞാൻ ഇവിടെ വന്നിട്ട് ഇപ്പോഴാണ് തോന്നുന്നു ആദ്യമായിട്ട് കാണുന്നത്. വന്നതിന് ശേഷം ഞാൻ കണ്ടിട്ടില്ല. അങ്ങനെ ഓരോരുത്തരെയായിട്ട് എനിക്കറിയാവുന്നവരെ ഞാൻ സൂം ചെയ്യുന്നു. ഈ ആനേനെ എനിക്കറിയില്ല ഗൈസ്, അതുകൊണ്ട് ഞാൻ സൂം ഔട്ട് ചെയ്തു. ഒരു ഉത്സവത്തിൻ്റെ ഏറ്റവും വലിയ ഭാഗം വഹിക്കുന്നത് അവിടുത്തെ ഫുഡാണ്. എനിക്ക് ഈ അമ്പലത്തിലെ ഉത്സവം എന്ന് പറയുമ്പോൾ തന്നെ ആദ്യം ഓർമ്മ വരുന്നത് ചോറും അച്ചാറും സാമ്പാറും ഇങ്ങനെയൊക്കെയുള്ള ചോറുണ്ടല്ലോ, അത് ഭയങ്കര ടേസ്റ്റാണ് ഗൈസ്. നമ്മൾ വീട്ടിൽ വെക്കുന്നതിനേക്കാളും ഏറ്റവും നല്ല ടേസ്റ്റ് ആയിരിക്കും അമ്പലത്തിലെ ഫുഡ്. എനിക്ക് അമ്പലത്തിലെ ഫുഡ് ഭയങ്കര ഇഷ്ടമാണ്. ഇത് ദിയവാവയാണ് കേട്ടോ. അവളുടെ ചിരി ഉണ്ടോ ഗൈസ്? പുള്ളിക്കാരി ഫോണിന് വേണ്ടിയിട്ട് അവിടെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. സന്തോഷമായി ഫോൺ കിട്ടിയപ്പം അതിന് വായിൽ വെച്ച് എന്തെങ്കിലും ചെയ്യണം എന്നൊരു ഉദ്ദേശത്തിലാണ് പുള്ളിക്കാരി ഇരിക്കുന്നത്. അങ്ങനെ നമ്മുടെ പകരത്തെ ഉത്സവം കഴിഞ്ഞിട്ട് നമ്മുടെ പതിവ് പരിപാടിയാണ് നമ്മൾ ഐസ്ക്രീമൊക്കെ വാങ്ങി വീട്ടിലോട്ട് തിരിച്ച് നടന്നു പോകണം ഗൈസ്. പോയ വഴിയിലും എനിക്ക് ചെരുപ്പൊരു പ്രശ്നമായിരുന്നു ഗൈസ്. ഇങ്ങോട്ട് നടന്നു വന്ന അതേ രീതിയിലായിരുന്നു എനിക്ക് ചെരുപ്പ് മടുത്ത്. എനിക്ക് മറ്റേ ഹീൽസും വേണ്ട ഈ ഹീൽസും വേണ്ട. ലാസ്റ്റ് എൻ്റെ അച്ഛൻ്റെ ചെരുപ്പ് ഞാൻ ഊരി മേടിച്ചു ഗൈസ്. പാവം എൻ്റെ അടുത്ത് പറഞ്ഞു, മോൻ എടുത്തോ, മോൻ എന്നാ ഇട്ടാൻ പറ്റുന്നെങ്കിൽ ഇട്ടോ, മോൻ്റെ കാലിനി പൊള്ളുന്നൊക്കെ പറഞ്ഞു. എനിക്ക് പാവം അതിൻ്റെ ചെരുപ്പൊക്കെ ഊരി തന്നു ഗൈസ്. ഇത് കമ്പൂട്ടായതാ. കുട്ടികളുടെ ചെരുപ്പിന് ഭയങ്കര ചൂടാ. ഇത് വേണ്ട ചെരുപ്പ് ഇപ്പൊ എന്നിട്ട് ചെരുപ്പിലാ നടക്കുവാണ്. കുട്ടർക്ക് ചെരുപ്പ് മേടിച്ചിട്ട്
പക്ഷേ എനിക്ക് അങ്ങനെ ചെരുപ്പിട്ട് കുട്ടൂന് ചെരുപ്പിടാതെ നടത്തിയിട്ട് എനിക്കൊരു മനോവിഷമം കേസ്. ഞാൻ അപ്പം തന്നെ ഊരി കൊടുത്തിട്ടാ. എനിക്കാണെങ്കിൽ മുഷ്കിലായി കേസ്. എനിക്കത് ആലോചിച്ചിട്ട് തന്നെ ഇതിപ്പോൾ ഭയങ്കര ചൂടായിരിക്കുമല്ലോ, കാലൊക്കെ കല്ലേ കുത്തി കയറും, അല്ല കല്ല് കാലേ കുത്തി കയറും. അതുകൊണ്ട് ഞാൻ അവിടെ വെച്ച് തന്നെ ചെരുപ്പ് ഊരി കൊടുത്തു കേസ്. ലാസ്റ്റ് വേറെ രക്ഷയില്ലാതെ ഞാൻ ഇട്ടുകൊണ്ട് പോയ ചെരുപ്പ് തന്നെ ഞാൻ ഇട്ടു കേട്ടോ. കണ്ടോ, കല്ലും മുള്ളും നിറഞ്ഞ പാതകളായിരിക്കും എന്ന് പറയുന്ന പോലെ. ലാസ്റ്റ് എനിക്ക് മടുത്തു കേസ്. എന്തിനു നിക്കുന്ന? ഞാൻ താലം കാണാൻ നിൽക്കുക. ഇപ്പൊ വരുവോ? ഇല്ല, ഇപ്പൊ വരില്ല, കുറച്ച് സമയം എടുക്കും. എപ്പോ വരും? കുറച്ച് ടൈം എടുക്കും. പക്ഷേ ഇത് ആദ്യമായിട്ടാണ് നമ്മളത് ഒരു തവണ നിന്ന് താലം കാണാം, താലം എടുക്കണ്ടെന്ന് വിചാരിച്ചിട്ട് നമ്മൾ സിറ്റിയിൽ നിൽക്കുന്നത്. താലം എടുത്തുകൊണ്ട് വരുമ്പം നമുക്കൊരു ലൈറ്റൊക്കെ ഇല്ലാത്തൊരു സ്ഥലത്തൂടെയൊക്കെ നമ്മളൊരു വളവൊക്കെ തിരിഞ്ഞ് വരുമ്പം ഈ താലത്തിൽ നമ്മുടെ താലത്തിൻ്റെ ആ ഒരു വെട്ടം മാത്രമേ ഉള്ളല്ലോ, ആ ഒരു തിരിയുടെ വെളിച്ചവും അങ്ങനെ ഒരുപാട് സാരി ഉടുത്ത് ഒരുപാട് താലം ഇങ്ങനെ വരുന്നത് കാണാൻ ഭയങ്കര രസമാണ് ഗൈസ്. അപ്പോൾ നമ്മളെപ്പോഴും ആഗ്രഹിക്കുമായിരുന്നു ആരെങ്കിലും നമ്മുടെ ഒരു വീഡിയോ എടുത്ത് തരുമായിരുന്നെങ്കിൽ, ഇങ്ങനെ താലം എടുത്ത് വരുന്നത് തരുമായിരുന്നെങ്കിൽ എന്ന് ഞാനും എൻ്റെ ചേച്ചിയൊക്കെ ആഗ്രഹിക്കുമായിരുന്നു. അപ്പോൾ അങ്ങനെ ഒരു ആഗ്രഹത്തിൻ്റെ പുറത്താണ് ഇപ്രാവശ്യം നമ്മൾ താലം എടുക്കാൻ പോവാതെ കുറച്ച് വീഡിയോ ആയിട്ട് എടുക്കാമെന്ന് വിചാരിച്ചത്. അതുകൊണ്ടാണ് ഈ താലത്തിൽ എനിക്ക് തോന്നുന്നു വെട്ടം കുറച്ച് കുറവായതുകൊണ്ട് നിങ്ങൾക്ക് ആരുടെയും ഫേസ് അത്ര ക്ലിയർ ആവുമെന്ന് തോന്നുന്നില്ല. പക്ഷേ ഇങ്ങനെ ഒരു വീഡിയോ ആയിട്ട് ഇത് എടുക്കണം, ഇതിൽ ഇടണം എന്നെനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു കേട്ടോ. അതുകൊണ്ടാണ് നമ്മളിങ്ങനൊരു ലോങ് ആയിട്ടാണെങ്കിലും ഈ താലം ഏകദേശം ഉൾക്കൊള്ളിക്കാൻ പറ്റുന്ന അത്രയും താലം ഈ വീഡിയോയിൽ ഞാൻ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട് ഗൈസ്. ഈ താലം എടുക്കുന്നതിനും അതിൻ്റേതായിട്ടുള്ള ഒരു രീതിയൊക്കെ ഉണ്ട് ഗൈസ്. നമുക്കൊരാഗ്രഹമുണ്ട്, അത് സാധിക്കാൻ വേണ്ടിയിട്ടൊക്കെ നമ്മൾ താലം എടുക്കാറുണ്ട്. ഞാൻ മുന്നേ എടുത്തിട്ടുണ്ട് ഗൈസ്. ഇപ്പം താലം വന്നപ്പം ഏറ്റവും മുന്നിൽ 1-2 പേര് 2 കയ്യിൽ താലമൊക്കെ പിടിച്ചെടുത്തില്ലേ, അങ്ങനെ താലം ഞാൻ എടുത്തിട്ടുണ്ട് ഗൈസ്. കാര്യസാധ്യത്തിന് വേണ്ടിയിട്ടാണ്, അങ്ങനെ കാര്യം സാധിച്ചിട്ടുണ്ട് കേട്ടോ. നമുക്ക് വിശ്വാസത്തോടെ നമ്മളൊരു കാര്യം ചെയ്ത് കഴിഞ്ഞാൽ നടക്കുമെന്ന് പറയില്ലേ, അങ്ങനെ ഒരു വിശ്വാസമാണ് ശരിക്കും താലം. ഇത്തവണ താലം എടുക്കാതെ ഇങ്ങനെ ഒരു വീഡിയോ ആയിട്ട് എടുത്തതിൽ ഈ താലം ഇങ്ങനെ വന്നു പോകുന്ന കാണുമ്പോൾ നമുക്കൊരു റിഗ്രറ്റ് ഉണ്ടായിട്ടോ. എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ താലം എടുക്കായിരുന്നു, പോകായിരുന്നു, ഷോ എടുക്കാത്തത് കഷ്ടമായിപ്പോയി എന്ന് നമുക്ക് തോന്നിട്ടോ. കാരണം നമുക്ക് ആ ഫീലാണ് ഇങ്ങനെ നിന്ന് കാണുന്നതിലും വികാരഭരിതമായിട്ട് നമുക്ക് തോന്നുന്നത് ഗൈസ്. അതൊക്കെ ഒരു 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 ഫീലാണ്. താലം ഇങ്ങനെ പോകുമ്പം നമുക്ക് തന്നെ തോന്നും കേട്ടോ, മുന്നേ നമ്മൾ താലം എടുത്ത സമയത്ത് നമ്മൾ നടന്നു പോയ ഒരു സാധനം നമുക്ക് കിട്ടും. ഭയങ്കര രസമായിട്ടാണ് എല്ലാ പെൺപിള്ളേരും സുന്ദരിമാരായിട്ടാണ് ശരിക്കും അമ്മമാരും അനിയത്തിമാരും ഒക്കെ സാരി ഉടുത്ത് ഭയങ്കര സുന്ദരിയായിട്ടാണ് വരുന്നത് കേട്ടോ. അപ്പം നമ്മൾ ബോയ്സിനേക്കാളും കൂടുതൽ ഗേൾസിനെ ആയിരിക്കും നോക്കുന്നത് ഗൈസ്. കാരണം ഭയങ്കര ഭംഗിയാണ് കേട്ടോ. ഇപ്പം ഈ വരുന്നതാണ് മുരുകൻ. എനിക്ക് തോന്നുന്നു പ്രദേശവാസികളായ വൈസമാനിക്കാർക്ക് മുരുകനെ അറിയായിരിക്കും. കാരണം നമ്മുടെ ഒരു കാര്യം പറഞ്ഞ് നമ്മൾ വിളിക്കുമ്പം വിളിപ്പുറത്താണ് മുരുകൻ. എൻ്റെ വിശ്വാസമാണ്, എനിക്കറിയില്ല നിങ്ങളുടെ കാര്യം, എനിക്ക് എൻ്റെ മുരുകനാണ് എല്ലാം. കുട്ടൂനും ഗാനമേളക്കിടയ്ക്ക് കാണാതെ പോയി ഗൈസ്. കുട്ടു അവിടെ ആ സമയത്ത് ഒരു അടി ഉണ്ടായി ഗൈസ്. പോലീസൊക്കെ വന്ന് ഭയങ്കര പ്രശ്നമായി. അപ്പം നമ്മൾ കുട്ടൂനെ തിരിച്ചു കിട്ടിയ സന്തോഷത്തിൽ കുട്ടൂൻ്റെ കൂടെ കടലിൽ തന്നെയാണത്.
അങ്ങനെ നമ്മുടെ ഗാനമേളയോട് കൂടിയിട്ട് നമ്മുടെ ഉത്സവം തീർന്നു ഗൈസ്. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് ഞാൻ നിങ്ങളുടെ കൂടെ വരുന്നതായിരിക്കും. സോ ടിൽ ദെൻ ബൈ. അതുപോലെ ആരെങ്കിലും നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഡു സബ്സ്ക്രൈബ് മൈ ചാനൽ. എന്നാൽ മാത്രമേ എന്തെങ്കിലും വീഡിയോസൊക്കെ ഇടുമ്പോൾ കിട്ടുള്ളൂ. ബൈ.